ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാരുതിയുടെ വാഹനങ്ങളിൽ വരുന്ന സുസുക്കി കണക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സുകൾ വരുന്നുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ സുസുക്കി കണക്റ്റ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള ഫീച്ചേഴ്സുകൾ ഒന്ന് നമുക്ക് വരിക പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് വെഹിക്കിൾസിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും, ട്രാക്കിംഗ് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ വെഹിക്കിളിൻ്റെ ഹെഡ് ലാമ്പ്, ഹസാർഡ് ലാമ്പ് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹെഡ് ലാമ്പ് ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ആക്കാൻ പറ്റും, വെഹിക്കിൾ ലോക്ക് ആക്കാൻ പറ്റും. ഇങ്ങനെ കുറേ ഫീച്ചേഴ്സുകൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു GPS സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഒരു അഡ്വാൻസ് ലെവലിലുള്ള കുറച്ച് ഫീച്ചേഴ്സുകളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ബ്രീഫ് നമുക്കിപ്പോൾ നമ്മളിതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് സുസുക്കി കണക്റ്റ് വെഹിക്കിളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. എന്തൊക്കെയാണ് അതിൽ വരിക എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ സുസുക്കി കണക്റ്റ് ഓൺ ആക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് അതിൻ്റെ ലോഗോ കാണിക്കുക. അപ്പോൾ ജസ്റ്റ് ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് എന്ത് ചെയ്യുക, അത് ഓപ്പൺ ആയിട്ട് വരിക. ഇപ്പോൾ നമ്മൾ സിസ്റ്റം ഓണാണ്, വണ്ടി ഓണാണ്, അതിൻ്റെ ട്രാക്കിങ് കാര്യങ്ങളാണ് ഇപ്പോൾ അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈം വണ്ടി എവിടെ നിൽക്കുന്നു ലൊക്കേഷൻ കാണിക്കും, AC ഓൺ ആണെന്നുള്ളത് കാണിക്കും, ഫ്യൂൽ റേഞ്ച് കാണിക്കും, പിന്നെ ബാറ്ററി എങ്ങനെ ഇതിലുള്ള വണ്ടിയിലുള്ള എല്ലാ ഫങ്ഷൻസും കാര്യങ്ങളും വർക്കിംഗ് ചെയ്യുന്നതും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഇതാണ് അതിൻ്റെ മെയിൻ ഡിസ്പ്ലേയിൽ വരിക. അതിൽ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഫീച്ചേഴ്സിൽ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണിക്കും, നമ്മളെ വെഹിക്കിൾ ഇപ്പോൾ നിൽക്കുന്ന കറണ്ട് ലൊക്കേഷൻ നമുക്ക് ഇതിൽ കാണിച്ചു തരും. അപ്പോൾ നമ്മളെ വാഹനം നിൽക്കുന്ന കറണ്ട് ലൊക്കേഷനാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഇപ്പം ഞാൻ ഒരാൾ വാഹനം എടുത്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ ജിയോ ഫെൻസ് എന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. ജിയോ ഫെൻസ് എന്ന ഫീച്ചർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ജിയോ ഫെൻസ് കൊടുക്കാം. ഈ ജിയോ ഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാഹനത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര കിലോമീറ്റർ റേഡിയൻസ് നമ്മൾ നിൽക്കുന്ന സറൗണ്ടിങ്ങിൽ നമ്മൾ റേഡിയൻസ് നമുക്ക് കൊടുക്കണോ, ആ റേഡിയസിൻ്റെ ഉള്ളിൽ വണ്ടി അതിൻ്റെ അപ്പുറത്തേക്ക് വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അലാം വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാം, സർക്കിളായിട്ടും അതേപോലെ തന്നെ പോളിഗനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഏരിയ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ല, ഈ ഒരു സറൗണ്ടിങ്ങിൻ്റെ അപ്പുറത്തേക്ക് വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വാർണിംഗ് വരും. എത്ര ടൈം ആണെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമാണത്. ഞാൻ ഇപ്പോൾ ഒന്ന് വണ്ടി കൊണ്ടുപോവാണ്, ഈ ടൈം മുതൽ ഇന്ന ടൈമിൻ്റെ ഉള്ളിലാണ് ഈ വാഹനം ഇന്ന ഏരിയൻ്റെ അപ്പുറം പോകാൻ പാടില്ല എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ആ വാഹനം എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പിന്നെ വരുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് ട്രിപ്പ് ഹിസ്റ്ററി എടുക്കാൻ പറ്റും. ട്രിപ്പ് ഹിസ്റ്ററി ഇപ്പോൾ നമ്മൾ ഇതിലൊരു ട്രിപ്പ് ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് നമുക്ക് ഓപ്പൺ ആക്കാം. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കാണാം 8 കിലോമീറ്ററാണ്, ഏകദേശം ഒരു 50 കിലോമീറ്ററാണ് വണ്ടി ട്രാവൽ ചെയ്തിട്ടുള്ളത്. മാക്സിമം സ്പീഡ് എത്ര എടുത്തു, ആവറേജ് സ്പീഡ് എത്രയാണ് വണ്ടി വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ ട്രാവൽ ടൈം എത്രയാണ്, ഫ്യൂൽ എക്കണോമി എത്രയാണ് വന്നിട്ടുള്ളത്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ആ വാഹനത്തിൻ്റെ ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസിൽ വാഹനം ഓടിച്ചൊരു ഇതാണ്. അപ്പോൾ ആ വാഹനത്തിൻ്റെ അനാലിസും കാര്യങ്ങളും എങ്ങനെയാണ്, അതിൻ്റെ ആളുടെ ബ്രേക്കിംഗ്, ഇപ്പോൾ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ആണെങ്കിലും ആക്സലറേഷൻ ആണെങ്കിലും ആൾ ഓവർ സ്പീഡിലാണോ, ബ്രേക്കിംഗ് എങ്ങനെയാണ് കൊടുക്കുന്നത്, വണ്ടിയുടെ ഫുൾ ഡാറ്റ, ഒരാളുടെ ഡ്രൈവിംഗ് കൾച്ചറിനെ കുറിച്ചുള്ള എല്ലാ ഡാറ്റയും നമുക്ക് കിട്ടും. നമ്മളൊരാളെടുത്ത് വാഹനം ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ആ ആൾ കൊണ്ടുപോകുന്ന എങ്ങനെയാണ് ആ വാഹനത്തിനോട് പെരുമാറുന്നത് എന്നുള്ള ഡാറ്റ ഇതിൽ കിട്ടും. ഇപ്പോൾ നമുക്ക് കാണാം നമ്മളെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് കത്തി കിടക്കുകയാണ്, ഓണായി കിടക്കുകയാണ്. ഈ ഓണായി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ രാത്രി എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് കണ്ട് രാവിലെ മോർണിംഗിൽ വണ്ടി ഹെഡ്ലൈറ്റ് ഓഫാക്കാൻ മറന്ന് നമ്മൾ പോയി, ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എവിടെ നിർത്തിയിട്ട് നമുക്ക് ആ വണ്ടി തിരിച്ചു വരുമ്പോഴത്തേനും എന്ത് ചെയ്യും, വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ബാറ്ററി ഇറങ്ങി ഓഫ് ആവും. അപ്പോൾ ആ സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വന്നിട്ടുള്ളൊരു ഫീച്ചറാണ്. നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിലിപ്പോൾ കാണാം നമുക്ക് ഹെഡ്ലൈറ്റും കാര്യങ്ങളും വാഹനത്തിൻ്റെ കത്തി നിൽക്കുകയാണ്. ഇത് നമുക്ക് ഓഫാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇതേപോലെ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇതിലുണ്ടാവും ഹെഡ്ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞ ബട്ടൺ. ആ ബട്ടൺ പ്രസ് ചെയ്യുക, നമ്മളൊരു MPN സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ MPN ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ജസ്റ്റ് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം, റിമോട്ട് ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാഹനത്തിൻ്റെ ഡോറ് ലോക്ക് ഓണാണ്. നമുക്ക് എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ ലോക്ക് ഓഫ് ആയിട്ടുണ്ട്, അടക്കാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇതിലെന്തുണ്ട്, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ലോക്ക് കാർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അത് ലോക്കാണെന്നുണ്ടെങ്കിൽ അൺലോക്ക് ചെയ്യാനും പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വെഹിക്കിൾ എന്ത് ചെയ്യും, റിക്വസ്റ്റ് ചെയ്യും. റിക്വസ്റ്റ് നടന്നു കഴിഞ്ഞാൽ
വെഹിക്കിൾ സെക്കൻഡ് കൊണ്ട് നമ്മളെ വാഹനം ഇപ്പോൾ എന്ത് ചെയ്യും ലോക്കായിട്ടുണ്ടാവും. ഇപ്പോൾ വാഹനം എന്ത് ചെയ്തു ലോക്കായിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് ഫീച്ചേഴ്സുകൾ എന്തുണ്ട് ഇതിൽ വരുന്നുണ്ട്, സുസുക്കി കണക്റ്റിൽ വരുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഫുള്ളി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ CVT എഞ്ചിൻ വരുന്ന വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെഹിക്കിൾ ഓൺ ആക്കാൻ വരെയുള്ള ഐഡിയൽ ആക്കിയിട്ട് AC ഓൺ ആക്കാൻ വരെയുള്ള ഓപ്ഷൻസുകൾ വരുന്നുണ്ട്. സുസുക്കി കണക്റ്റ് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നുള്ളതും അതിൽ വരുന്ന ഫീച്ചേഴ്സിനെ കുറിച്ച് എല്ലാവരും ഇപ്പോൾ കണ്ടു. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ വരുന്ന ഫീച്ചേഴ്സുകൾ. അപ്പോൾ ഈ ഫീച്ചേഴ്സ് വരുന്ന ഈ സുസുക്കി കണക്റ്റ് വരുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു ഫീച്ചറാണത്. നമുക്കെല്ലാവരും കണക്ട് ചെയ്ത് നോക്കുക. നമുക്ക് വാഹനങ്ങൾ ഇതേപോലെ ട്രാക്ക് ചെയ്യാനും പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു വാഹനം മോഷണം പോയി കഴിഞ്ഞാലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. ഇതെന്ത് ചെയ്യുക, ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയറും ചെയ്യുക. ഓക്കെ, താങ്ക് യു.